ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് വെറൈറ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിൻ്റെ കുറച്ച് വെള്ളം കൂടെ, പാത്രത്തിലുള്ള വെള്ളം കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മൂടി കൊണ്ട് 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലോട്ട് മാറ്റിയിട്ട് ഈ മാവൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതുപോലെ ആയിരിക്കണം. മാവ് ബാറ്റർ ഇതേപോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. വേറൊരു പാത്രത്തിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ച ഈ ബാറ്ററിനകത്ത് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. തൈരും റവയും മാത്രം മതി ഇതിന്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ച കിണ്ണത്തിലോട്ട്, പാത്രത്തിലോട്ട് നമുക്ക് ഈ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രം വെച്ചതിന് ശേഷം മാവ് പാത്രത്തിൽ ഒഴിച്ചത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്തോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു സ്പോർക്കോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മാവ് സ്പ്രെഡായിട്ടില്ല, അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. അതിനുശേഷം ഒരു പാനിൽ കടുകും ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകും ജീരകവും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കടുക് താളിക്കുന്നത് അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കടുകും ജീരകവും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നല്ല ഒരു സോഫ്റ്റായ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കണ്ടു കഴിഞ്ഞാൽ കേക്കാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് കേക്കല്ല. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. തൈരും റവയും മാത്രം മതി ഇതുണ്ടാക്കാൻ. നല്ല അടിപൊളിയായ ടേസ്റ്റാണ്. ചൂടോട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ. ഓക്കെ, ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.